YouTube family, welcome back to another short video of LG Vlogs. Life is beautiful and God is great vlogs. It's me, Faru. നമ്മളെ ഏവരെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെ ഈ ഒരു കഴിഞ്ഞ മാസം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഈ ഒരു ഇന്ത്യ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ആദ്യം എനിക്ക് പറയാനുള്ളത് കേരളത്തെക്കുറിച്ചാണ്. കേരളത്തിൽ നടന്ന വയനാട് നടന്ന ആ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം, അത് ഏതൊരു മനസാക്ഷിയെയും വളരെയധികം പിടിച്ചു കുലുക്കിയ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ സംഭവമാണ് നടന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ, അതുപോലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും സപ്പോർട്ടായി എത്തുന്നുണ്ട്, അതുപോലെ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായത് വളരെയധികം ഒരു ഞെട്ടലായിരിക്കും. അതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. വളരെയധികം ഞെട്ടലും ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു രീതിയിലായിരുന്നു. കാരണം ഉരുൾപൊട്ടി അതിൽ ആൾക്കാർ മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്നുണ്ടായ കുറേ അതിജീവനങ്ങൾ, കുറേ കഥകൾ, കുറേ സംഭവങ്ങൾ ഒക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. അതുമാത്രമല്ല, വയനാടിൽ മരിച്ച ആൾക്കാർ, ഉരുൾപൊട്ടി ആ വെള്ളത്തിൽ ഒഴുകിയ ആൾക്കാർ പല പുഴകളിലും മറ്റും മാറി മാറി എത്തിക്കൊണ്ട് ലാസ്റ്റ് നിലമ്പൂരും മലപ്പുറത്തു നിന്നൊക്കെയാണ് ആൾക്കാരെ കിട്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് തിരിച്ച് വയനാട്ടിലേക്ക് അവരെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ആ ഒരു രംഗം, ആ ഒരു ഫോട്ടോ, അതിനുശേഷം അവരെ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്നിവ ഏത് മതത്തിലുള്ള ആൾക്കാരാണെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ. ചിലരുടേത് മാത്രം മുഴുവനായി കിട്ടിയിട്ടുണ്ട്, പലരുടെയും ചില ഭാഗങ്ങൾ മാത്രം. ഭർത്താവിൻ്റെതാവാം, ആരുടെയോ പേരെഴുതിയ ഒരു മോതിരമുള്ളൊരു വിരൽ, അതുപോലെ കൈ, ഇതൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സാക്ഷി ഒന്ന് പിടിച്ചു കുലുക്കി നമുക്കൊന്ന് വീണ്ടും ഒന്ന് വിചിന്തനം ചെയ്യാൻ, വീണ്ടും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് വയനാട് ഉരുൾപൊട്ടൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ ഉരുൾപൊട്ടലും അത് കഴിഞ്ഞുള്ള സംഭവങ്ങളും എല്ലാം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ പല കാര്യത്തിൻ്റെ പേരിലും കേരളത്തിലുള്ളവർ പരസ്പരം അടികൂടാറുണ്ട്, കലഹിക്കാറുണ്ട്, പലതും സംഭവിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഐഷു മോളെ സൗണ്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ പല രീതിയിലും ഇതാവാറുണ്ട്. മോള് സൗണ്ട് ഉണ്ടാക്കുന്ന ഡിസ്റ്റർബ് ആയതുകൊണ്ട് കണക്ഷൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് അങ്ങനെ ഇതുണ്ടാകുന്നപ്പോഴും, പക്ഷേ എല്ലാവരും മരിച്ചപ്പോൾ മനുഷ്യൻ എന്ന ലാബിലാണ് മരിച്ചത്. അല്ലെങ്കിൽ ജാതിയോ മതമോ വേറൊരു ഇതുമില്ലാതെ, പരസ്പരം പകയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ആ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് ആരെ രക്ഷിക്കണം, ആര് രക്ഷപ്പെടും, പിന്നെ ഒരുപാട് കഥകളും ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ഗൂസ് ബംസ്, ഭയങ്കര രോമാഞ്ചം ഉണ്ടാകുന്ന രീതിയിൽ, ഭയങ്കര പ്രൗഡ് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പ്രജീഷ് എന്ന് പറഞ്ഞാൽ 100-ലധികം ആൾക്കാരെ രക്ഷിച്ച പ്രജീഷ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തൻ്റെ ഓഫ് റോഡ് വണ്ടി എടുത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നത്. അതിനുശേഷം ആര് വരുന്നില്ലെങ്കിൽ ഞാൻ വേഗം പോവാം, നിങ്ങൾക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് 100-ലധികം ആൾക്കാരെ രക്ഷപ്പെടുത്തി. പിന്നീട് രക്ഷപ്പെടുന്നൊരു ഉറപ്പില്ലാഞ്ഞിട്ട് പോലും പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്താമെന്നുള്ളതിൽ പോയി. പക്ഷെ ലാസ്റ്റ് ആ ഒരു ഉരുൾപൊട്ടലിൽ അമർന്നുപോയി. ആ വെള്ളത്തിലല്ലേ, ആ ചുഴലിയിൽ ആണ്ടുപോയി. വലിയൊരു ടോർച്ച് ഉണ്ടായിരുന്നു കയ്യിൽ നിന്ന് പറയുന്നത്. ആ ടോർച്ച് മാത്രം മുകളിൽ ഉയർത്തിക്കൊണ്ടുള്ള ഒരു കൈ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് പ്രജീഷിനെ ആയിരിക്കാം, പ്രജീഷ് എന്നാണെന്ന് തോന്നുന്നു പേര്. ഈ സംഭവങ്ങളൊക്കെ നടന്ന സമയത്തൊക്കെ കറക്റ്റ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. പിന്നീട് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളെടുത്തു അല്ലേ അതൊന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി. അതുപോലെ ആദ്യമായി ലോകത്തോട് വിളിച്ച് പറഞ്ഞ നേഴ്സിൻ്റെ പേര് ഞാൻ ഇപ്പോൾ വ്യക്തമായി ഓർമ്മിക്കുന്നില്ല.
ആ നേഴ്സ് വളരെയധികം എന്താ പറയുക, ഇങ്ങനെ ഉരുൾപൊട്ടിയിട്ടുണ്ട്, ഞങ്ങളെ ഏത് രീതിയിലെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഈ കാര്യം പുറത്തേക്ക് അറിയിച്ചത് ഫസ്റ്റായിട്ട് ആ നേഴ്സായിരുന്നു. ആ നേഴ്സിൻ്റെ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ, പിന്നെ കൂടെ ആ വീട്ടിൽ ഓടിയെത്തിയ ആൾക്കാരുണ്ടായിരുന്നു ഉരുൾപൊട്ടിയ സമയത്ത്. ആ നേഴ്സിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് അഭയം ഉണ്ടാവും എന്നുള്ളതിൽ ഓടിയെത്തിയ ആൾക്കാരെ ഹസ്ബൻഡ് രക്ഷപ്പെടുത്തുമ്പോഴത്തേക്കും തിരിച്ചു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ട്, ഭാര്യ അതിൽ പെട്ടുപോയി. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടത്. പിന്നെ അതുപോലെ കുറേ സംഭവങ്ങളുണ്ടല്ലേ. ഒരു ഷഹാനാന്നോ അങ്ങനെ പേരുള്ളൊരു കുട്ടി, പിന്നെ ഇതേപോലെ 2 കുട്ടികളെ അടക്കം രക്ഷപ്പെടുത്തിക്കൊണ്ട് കമ്പി വേലിയിൽ ഒരു കമ്പിയിൽ എന്തിലോ പിടുത്തം കിട്ടിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിജീവനത്തിലേക്ക് അങ്ങനെ ജീവിച്ച് വീണ്ടും ഒരു ജീവിതത്തിലേക്ക്, ആ ഒരു ഭയത്തിൽ നിന്ന് അവർ വീണ്ടും വന്നു. അവരെ സന്തോഷപൂർവ്വം അവരെ ഉപ്പ തിരിച്ചെത്തുമ്പോൾ അവർ ജീവനോടെ ഉള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവർ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ അവർ പറയുമ്പോഴും അവരുടെ കണ്ണിലുള്ള ആ തീക്ഷ്ണതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വേദന. എങ്കിലും അയൽക്കാരും അറിയുന്നവരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ മരണപ്പെട്ടിട്ടുള്ള അവരുടെ വേദന, ആ ഒരു സംഭവം നേരിട്ട് അനുഭവിച്ച അവരുടെ മാനസികാവസ്ഥ അത് വല്ലാതെ തന്നെയായിരിക്കും. രക്ഷപ്പെട്ടവരുടെ അവസ്ഥ, മരണപ്പെട്ടവർ മരണപ്പെട്ടു, പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് വല്ലാത്തൊരു നൊമ്പരം തന്നെയായിരിക്കും ഏത് കാലവും. ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷവും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ സംഭവത്തിൽ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അവർക്ക് ഈ മാനത്ത് മഴക്കാറ് കാണുമ്പോൾ തന്നെ പേടിയാണ് ഇപ്പോൾ. കാരണം ആ ഒരു ദിവസമാണ് ഓർമ്മയിൽ വരുന്നത് എന്നുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെ കൊമ്പനാനയുടെ മുന്നിൽ എത്തി രക്ഷപ്പെട്ട ആ ഒരു അമ്മയുടെ ആ ഒരു ഇത് ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് നിഷ്കളങ്കമാണ് ആ അമ്മ പറയുന്നത്. എന്താ പറയുക, അവരുടെ മകളെയും മകളുടെ മകളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വീട് തകർന്ന് വീഴുമ്പോൾ അതിൻ്റെ ഇഷ്ടികക്കൂടിൻ്റെ അവിടെ നിന്ന്, ചിമ്മിണിക്കൂടിൻ്റെ അവിടെ ഇഷ്ടിക കൊണ്ടുള്ള അതിൻ്റെ ഉള്ളിലൂടെ രക്ഷപ്പെട്ടു. അപ്പോഴാണ് മകളുടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അവരെയും കൂടി ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരെയും കൂടി രക്ഷപ്പെടുത്തുന്നു. ഇവരെ ഒരുമിച്ച് ആ ഒരു അമ്മമ്മയ്ക്ക് നീന്തൽ അറിയാം. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്, നീന്തൽ നന്നായിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. നീന്തലായാലും കരാട്ടയായാലും കളരിയായാലും സ്ത്രീകളെയായാലും പുരുഷന്മാരെയായാലും, അതായത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും 2 പേരും തന്നെ, അതായത് ചെറിയ കുട്ടികളായിട്ടുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിച്ചിരിക്കേണ്ടതാണ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണത്. പിന്നെ കാരണം എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയും ഏതൊരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് എല്ലാ കാര്യങ്ങളും പ്രതിരോധിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കണം. പിന്നെ അങ്ങനെ അവർ നീന്തി അങ്ങനെ രക്ഷപ്പെട്ട് എത്തിപ്പെടുന്നത് ഒരു കൊമ്പനാനയുടെ മുന്നിലാണ്. കൊമ്പനാനയോട് പറഞ്ഞു, നീ ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങൾക്കിങ്ങനെ ഒരു വലിയ ദുരിതത്തിൽ നിന്ന് വരികയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊമ്പനാനയുടെ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ഫീലിംഗ് ആ കൊമ്പനാനക്ക് വരെ ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ കൊമ്പനാനയുടെ കാൽച്ചുവട്ടിലായിരുന്നു കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ വരെ ആ ഒരു വെള്ളത്തിൽ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് ഇനിയും തീരാത്ത ഒരുപാട് എത്രയോ രക്ഷാപ്രവർത്തകർ ദൗത്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ ജാതി മതം ഒന്നും നോക്കാതെ അല്ലേ മലയാളികൾ പല പ്രശ്നങ്ങളും തമ്മിലുണ്ടാവുമെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പൊരുതുന്നത് വളരെയധികം നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മുടെ മലയാളികളെടുത്ത്. കേരളത്തിലുള്ള ജനങ്ങളുടെ മനസ്സാണത്, വളരെ നന്മ നിറഞ്ഞ മനസ്സ്. അതിനെ ഞാൻ നന്നായി നമിക്കുന്നു. എന്താ പറയുക, എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. അതുപോലെ ഷിഫ എന്ന് പറഞ്ഞൊരു കുട്ടി, 19-20 വയസ്സ് അങ്ങനെയുള്ളൊരു കുട്ടി മലപ്പുറം മോർച്ചറിയിൽ വെച്ചിട്ട് ചിലത് ശരീരഭാഗങ്ങളായിട്ടാണ് കിട്ടിയത്, ചില ശരീരങ്ങളായിട്ട് കിട്ടിയത് കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓരോ ഭാഗങ്ങളായിരുന്നു. അവയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നതിലൊക്കെ ആ പെൺകുട്ടി, ചെറിയ പെൺകുട്ടി അതിൽ പരിപാലിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ വെൽഫെയറിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സ്ത്രീകൾ ഒരുപാട് പേര് ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങുകയും അവർ
ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലൊക്കെ മോർച്ചറിയിൽ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മോർച്ചറിയിൽ മാത്രമല്ല അവരെ ഇറങ്ങിക്കൊണ്ട് തിരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ട് കേട്ടു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരെ ഇനിയും ബാക്കിയുണ്ട് കിട്ടാനെന്നുള്ളതും കൊണ്ട് അവർ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ആരെങ്കിലും ബാക്കി കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ വയനാട് സംഭവം ഉരുൾപൊട്ടൽ നമ്മളെ മുന്നിലൂടെ കടന്നുപോയി. ഇനിയൊരു സംഭവം ഇതേപോലത്തെ ഉരുൾപൊട്ടൽ കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നേ സൂചന തലേദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോസൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂചന കർശനമാക്കി അവരവിടെ നിന്ന് മാറ്റായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു അല്ലേ ഈ ഒരു സംഭവമൊക്കെ കേൾക്കുമ്പോൾ. എന്തായാലും ഇനിയും ഇതുപോലെയുള്ളൊരു ദുരന്തം ഇന്ത്യയിലെ അല്ലെ ലോകത്തെ ഇല്ലാതിരിക്കട്ടെ, അല്ലെ നമ്മുടെ കേരളത്തിലോ അതുപോലെ എവിടെയോ തന്നെയും ഇല്ലാതിരിക്കട്ടെ. എന്തായാലും ഇനി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ അതിജീവനാണ്. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഒരുപാട് ദിവസങ്ങളായിട്ട് എടുക്കേണ്ടതാണ്. നമുക്ക് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ എല്ലാവരും ഇതറിഞ്ഞപ്പോൾ തന്നെ പല ഭാഗത്തുനിന്ന് ജാതിമത ഭേദമന്യേ, ഭാഷാ ഭേദമന്യേ, അങ്ങനെ പല ആൾക്കാരും പലതും കർണാടക, തമിഴ്നാട്, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നോർത്ത് ഇന്ത്യനും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരും സിനിമയിൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും പറയേണ്ട ഒരു ചെറിയ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്തു, വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരും ബാക്കിയുള്ള ആൾക്കാരാണ് അവിടെ ഇതാക്കുന്നത്, അവരൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ മെയിനായിട്ട് നമ്മുടെ ആർമീൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഋഷിരാജലക്ഷ്മി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, പിന്നെ എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള ആ ഒരു ആർമിക്കാരൻ. അവർ എന്താ പറയുക, ഓഫ് റോഡേഴ്സിനെ പ്രത്യേകിച്ച് പ്രശംസിച്ചിട്ടുണ്ട്. ഈ ആർമി ഉണ്ടാക്കിയ ആ ഒരു പാലം, ബേലി പാലം, അത് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് പേര് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കയറൊക്കെ കെട്ടിയിട്ട് സാഹസികമായിട്ട് ഒരുപാട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയുള്ള ബേലിപ്പാലം നിർമ്മിച്ചതൊരു സ്ത്രീ ആർമി ഓഫീസറായിരുന്നു. അവരുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നിടത്ത് ഇതുപോലെ ബേലിപ്പാലം നിർമ്മിച്ചതിൽ അതിൻ്റെ എൻജിനീയർ തലഭാഗം ഉണ്ടായിരുന്നത് ആർമി ആയിട്ടുള്ള ആ ലേഡിയായിരുന്നു. പിന്നെ അതേപോലെ എന്താ പറയുക, രക്ഷാപ്രവർത്തനത്തിൽ, മോർച്ചറിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എല്ലാത്തിലും തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും മുന്നിട്ടിറങ്ങി. അതുപോലെ ഹെൽപ്പിനും ഒരുപാട് യൂട്യൂബേഴ്സ് ആയാലും ബാക്കിയുള്ള എല്ലാ ആൾക്കാരായാലും സഹായിക്കുന്നുണ്ടായിരുന്നു. സിലു ടോക്സ്, സൽഹ, അവരൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഡയറക്റ്റ് പോയി ഹെൽപ്പ് ചെയ്യുന്നതും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരെന്ന് മാത്രമല്ല ഒരുപാട് പേരുണ്ട്. എനിക്ക് പെട്ടെന്ന് എൻ്റെ കൺമുന്നിൽ ഓർമ്മ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർമ്മ വന്ന ആൾക്കാരൊക്കെയാണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പല സംഭവങ്ങൾ, പല കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒക്കെ ഏകദേശം ഒന്ന് ശാന്തമായി വരികയാണ്. ഇനി അവർക്ക് അതിജീവിക്കാൻ വേണ്ടി അവർക്ക് വീടും പാർപ്പിടവും അതിന് വേണ്ട സൗകര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അതിന് എന്താ പറയുക, പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരുടെ സംഭാവന ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതിലാണോ വിശ്വാസം അതിൽ വിശ്വാസം. എന്തായാലും ഇതിന് കിട്ടുന്ന ഒരു പൈസ വേറൊന്നിനും വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഉറപ്പുണ്ട്. പൊതുവേ അങ്ങനെ ഉപയോഗിക്കാറില്ല ആരും തന്നെ. ഇത് പ്രത്യേകിച്ചും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുണ്ട്. എല്ലാവരും മനസ്സാക്ഷിയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് വിശ്വാസം, ആരിലാണ് വിശ്വാസം, ഏത് പാർട്ടിയെന്നുമില്ല, ഏത് ആൾക്കാരെന്നില്ല, ആരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എത്തിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഇപ്പോൾ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. അപ്പോൾ ഏതിലാണോ വിശ്വാസമുള്ളത് അവരെ കയ്യിൽ ഏൽപ്പിക്കുക. എന്നിട്ട് എന്തായാലും വയനാടിനെ പഴയതുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ നമ്മളേവരും കൈകോർക്കണം. അപ്പോൾ അവർക്ക് ഇനി വേണ്ട വീട് കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ആൾക്കാർ പിന്നെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. വാടക വീടുകൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ കണ്ടത് ഓൺലൈനിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ വാടക വീട് പോലെ കേരള ഗവൺമെൻറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അതായത് ഒരു 2 മാസത്തെ ഗസ്റ്റിനെ പോലെ 2 മാസമൊക്കെ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക. നിങ്ങൾക്ക് റെഡിയാണോ എന്നുള്ളിൽ പ്രവാസികളുടെ വീടുകളൊക്കെ, അടച്ചുപൂട്ടിയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള വീടുകളൊക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒക്കെ നല്ല രീതിയിലാവട്ടെ, എല്ലാം അതിജീവിച്ച് മുന്നേറാൻ അവർക്ക് കഴിയട്ടെ.
മനക്കരുത്ത് അതിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും പ്രേ ഫോർ വയനാട്, ഡു ഫോർ വയനാട് ആൻഡ് ഓൾസോ പേ ഫോർ വയനാട്. അപ്പോൾ വയനാട് വേണ്ടി എന്താ നമുക്ക് കൊടുക്കാൻ കഴിയുക അത് കൊടുക്കുക. ഒരു 10 രൂപയാണ്, 10 രൂപ അല്ലെങ്കിൽ 100 ആണോ അല്ലെങ്കിൽ 500 ആണോ നിങ്ങൾക്ക് കയ്യിൽ എത്രയാണുള്ളത് അത് കൊടുത്തുകൊണ്ട് വയനാടിനെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് അവരോട് നമ്മൾ പ്രാർത്ഥന വേണം, കരുതൽ വേണം. പിന്നെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവരോട് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറി അവർക്കൊരാശ്വാസമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് ഏവർക്കും കൈകോർക്കാം. സോ pray for Wayanad, do for Wayanad, pray for Wayanad. Okay, bye. It's me, Farooq.